ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ലോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ്. ഞങ്ങൾ US-ലായിരുന്നപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പോയിരുന്നു. അപ്പോൾ US ഡേയ്സ് എന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോസ് കാണിച്ചിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ന്യൂയോർക്കിൽ തന്നെയാണ് ഇതും ഉള്ളത്. അപ്പോൾ എനിക്ക് അടുത്ത ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതൊന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നും രണ്ട് സ്ഥലത്തു നിന്നും ഈ ലിബർട്ടി ഐലൻഡിലോട്ട് പോകാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്നത് ലിബർട്ടി ഐലൻഡിലാണ്. അപ്പോൾ അതൊരു ലേക്ക് വഴിയാണ് നമ്മൾ ആ ഐലൻഡിലോട്ട് പോകുന്നത്. ലേക്കാണോ റിവറാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായിരുന്നാലും ക്രൂയിസ് വഴിയാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ലിബർട്ടി ഐലൻഡിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു മ്യൂസിയം ആണിത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കാണുകയൊക്കെ ചെയ്യാം. ബട്ട് ഞങ്ങൾ തലേദിവസവും ഒരുപാട് നടന്നു, പിറ്റേ ദിവസവും ഒരുപാട് നടന്നിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ അപ്പോൾ നടക്കാനുള്ള ശക്തി കുറഞ്ഞു പോയതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ എവിടെ ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യുമ്പോഴത്തേലും നമുക്ക് ഒത്തിരി നടക്കാനുണ്ട്. അപ്പൊ ചില സമയത്ത് നമ്മളും വീക്കായി പോകുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാനും നടക്കാനും ഒന്നും പറ്റില്ല. ഈ ഐലൻഡൊക്കെ കണ്ടില്ലേ, ഇത്രയും നമ്മൾ നടക്കണം. അതുകൊണ്ട് അതിന് വയ്യാത്തത് കൊണ്ട് നേരെ ഞങ്ങൾ ലിബർട്ടി ഐലൻഡിലോട്ട് പോയി സ്റ്റാച്യു ഓഫ് ലിബർട്ടി വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ട് വഴി ഇതിലെ കൂടെ നമുക്ക് പോകാൻ ന്യൂയോർക്ക് വഴിയും വരാൻ പറ്റും, ന്യൂജേഴ്സി വഴിയും വരാൻ പറ്റും. ഞങ്ങൾ ന്യൂജേഴ്സിയിൽ നിന്നാണ് പോയത്. അവിടെ കൂടെ പോകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്ക് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പോയത്. അപ്പോൾ ഇതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. നമ്മളൊക്കെ ഒരുപാട് പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, വേൾഡ് വണ്ടേഴ്സിൽ ഒന്നാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേല് ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പേർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ എന്നാൽ കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ആ ഒരു ലേഡിയെ ഇത് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റോമൻ ഗോഡസസ്, ലിബർട്ടാസ് എന്ന് പറയുന്ന ഗോഡസസിനെയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ആ ഒരു ഇതിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ സിംബല് സൂചിപ്പിക്കുന്നത് ഫ്രീഡം, ഇൻസ്പിറേഷൻ, ഹോപ്പ്, ഇത് മൂന്നുമാണ് ആ ഒരു സിംബല് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ഹെഡിൽ ഒരു ക്രൗൺ ഉണ്ടല്ലോ, ആ ക്രൗൺ സൂചിപ്പിക്കുന്നത് ഓഷ്യൻസിനെയും കോണ്ടിനെന്റ്സിനെയുമാണ്. ഈ സ്റ്റാച്യു അമേരിക്കൻസിന് ഫ്രഞ്ച് പീപ്പിള് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. 1885-86 ഇത് അമേരിക്കയിൽ സ്ഥാപിക്കുന്നത്. അത് അമേരിക്കൻ റെവല്യൂഷൻ ടൈമിൽ ഫ്രഞ്ച് പീപ്പിൾ ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ സ്റ്റാച്യു 93 മീറ്റർ ഹൈറ്റ് ആണ് ഇതിനുള്ളത്. പിന്നെ ഇതിന്റെ കളർ കണ്ടോ, ഗ്രീൻ കളറിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിന്റെ ഒറിജിനൽ നിറം എന്ന് പറയുന്നത് കോപ്പർ ആണ്. കോപ്പർ കൊണ്ടും കാസ്റ്റ് അയൺ കൊണ്ടും സ്റ്റീൽ കൊണ്ടും ഗോൾഡ് കൊണ്ടുമാണ് ഈ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കോപ്പറാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ കോപ്പർ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് ഓക്സിഡൈസ് ആയതിനു ശേഷം അതിന് വന്ന കളറാണ് ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ അതിൻ്റെ നിറം എന്ന് പറയുന്നത് കോപ്പർ കളറാണ്. അപ്പോൾ ഈ ഓക്സിഡേഷന്റെ ഫലമായിട്ട് ഗ്രീൻ കളറിലായിരിക്കുന്നതാണ്. അതൊരിക്കലും ഇങ്ങനെ ആ ഒരു ഗ്രീൻ പെയിന്റ് അടിച്ചിരിക്കുന്നതല്ല. അപ്പോൾ എനിക്കും ഇതൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ വായിച്ച് മനസ്സിലാക്കി എടുത്തപ്പോഴത്തേല് അത് അതിൽ കണ്ടു ലിബർട്ടി ഐലൻഡ്സിലെ ഫസ്റ്റ് ഇൻഹാബിറ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതിൽ കണ്ടോ, ഇതിലൊരു ഗ്രീൻ കളറിലെ ഒരു ടവർ കണ്ടോ, അതും ഇതുപോലെ കോപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ ഓക്സിഡേഷന്റെ ഫലമായിട്ട് അത് ഗ്രീൻ കളറിലായിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേല് ഇതിനെക്കുറിച്ച് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും നമുക്ക് എത്ര പേർക്ക് ഇത് അറിയത്തില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം 1-2 പേർക്കെങ്കിലും അറിഞ്ഞൂടാതെ ഉണ്ടെങ്കിൽ ഞാൻ വഴി അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷം, ലൈക്ക് അല്ലെങ്കിൽ അൺലൈക്ക് എങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.